പ്രസിദ്ധമായ ഹദീസാ ഞാൻ പറയാനുള്ളത്. പ്രസിദ്ധമായ ഹദീസാ ഏതാ? അബീ ഇസ്ഹാഖ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മാലിക് ഇബ്നു ഉഹൈബി ബിൻ അബ്ദി മനാഫ് ബിൻ സുഹ്റത്ത് ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് അൽ-ഖുറശി അസ്-സുഹ്രി റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു അബീ വഖാസിന്റെ പരമ്പരയെ പറഞ്ഞു റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു. പിന്നെ അവരെ കുറിച്ച് അബൂ ഇസ്ഹാഖ് എന്ന ഓമന പേരുണ്ടായിരുന്നു. അബൂ വഖാസ് അവരുടെ അഥവാ മാലിക്, അബൂ വഖാസിന്റെ പേരാണ് മാലിക്. അബൂ വഖാസ് ഒരു ഓമന പേരാണ്. മനസ്സിലായില്ലേ? മനസ്സിലാവണില്ലേ? അബൂ വഖാസ് തന്നെയാണ് ഓമന പേരാണല്ലോ വഖാസ്. അപ്പൊ സഅദ് റളിയല്ലാഹുവിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ പേരാണ് വഖാസ്. ആ വഖാസിന്റെ ഉപ്പായതാണ് അബൂ വഖാസ് എന്ന് പറയുന്നത്. അപ്പൊ ജ്യേഷ്ഠന്മാർക്കുള്ളവർക്ക് വേഗം മനസ്സിലാവത്. മാലിക്കാണ്. മാലിക് അബ്ദു മനാഫ് ഉണ്ടോ? അബ്ദു മനാഫ് ആരാ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ഉപ്പാപ്പ. ആ ഉപ്പാപ്പയിലേക്ക് മുട്ടിയിട്ടുണ്ട്. ഖുറൈശിയാണ് ഉണ്ടോ? അവരുടെ മകൻ സുഹറത്ത് ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ലുഅയ് അൽ-ഖുറശി അസ്-സുഹ്രി. സുഹറത്തിലേക്ക് ചേർന്നുകൊണ്ടാണ് സുഹ്രി ആയത്. റളിയല്ലാഹു അൻഹു അഹദിൽ അശ്റത്തിൽ മശ്ഹൂദി ലഹും ബിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 ആളുകളിൽ പെട്ടതാണ്. അപ്പൊ ഇനി സ്വാഭാവികമായ സംശയമുണ്ട്, ആകെ 10 ആൾക്കേ സ്വർഗ്ഗം എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അശ്റത്തുൽ മുബശ്ശറ പറയാറില്ലേ? എന്തൊരു ഉന്മേഷമില്ലാത്തായിരിക്കും. അശ്റത്തുൽ മുബശ്ശറ എന്ന് പറയലില്ലേ? ആകെ 10 ആൾക്കേ സ്വർഗ്ഗം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ലോ. ഇതിന്റെ വിശദീകരണം നോക്കിയാൽ കാണാം. ദലീൽ പാലയും നോക്കിയാൽ കാണാം. ഈ വിഷയം ഞാൻ പറഞ്ഞ വിഷയമുണ്ട്. 10 ആൾക്കെല്ലാം ഒരേ അവസ്ഥയിൽ ഇങ്ങനെ കൃത്യമായിട്ട് 10 പേരെ എണ്ണിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓൾറെഡി 10 പേരാണ് പറഞ്ഞു. ആ 10 കൂട്ടർ അവരടപ്പം എന്തായത്? സഅദ് സയ്യിദ് സുബൈർ എന്ന് പറഞ്ഞ ആ സഅദ് റളിയല്ലാഹു അൻഹു ണ്ടോ? അവര് അത് അഹദുൽ അശ്റത്തിൽ മുബശ്ശറത്തിൽ ലഹും ബിൽ ജന്ന. ഈ ഹദീസും വായിദ് ണ്ടോ? ഇമാം നബവി തങ്ങൾക്ക് വിശദീകരണം. വഅമ്മാ മൻ ശൈദ ലഹും ബിൽ ജന്നത്തി ബി അസ്മാഇഹിം ഔ അവസാഫിഹിം ഫഹു അക്തറു മിൻ ദാലിക. ചില ആളുകളുടെ സ്വഭാവങ്ങൾ, ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ സ്വർഗ്ഗമുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ഇപ്പൊ ധാരാളം ആളുകൾ ഉണ്ടാകും. ഡയറക്റ്റ് പേരെടുത്ത് അബൂബക്കറെ തങ്ങൾ സ്വർഗത്തിലാണ്, ഉമറെ നിങ്ങൾ സ്വർഗത്തിലാണ്, അബൂബൈദ നിങ്ങൾ സ്വർഗത്തിലാണ്, സഅദ് നിങ്ങൾ സ്വർഗത്തിലാണ്, സയ്യിദ് നിങ്ങൾ സ്വർഗത്തിലാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് എണ്ണി പറഞ്ഞു. അതിൽപ്പെട്ട ആളാണ്. വലിയ മഹത്വമുള്ള ആളാണ്. സഹാബി വര്യന്മാരിൽ ഏറ്റവും പ്രമുഖരായ ആളുകളാണ്. ഞാനിങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ വന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ ഈ തിരക്കിന്റെ അടിയിൽ ഇത്ര തിരക്കൊടിച്ച മനുഷ്യന് വേറെ ഉണ്ടാവും. എന്തെല്ലാം പരിപാടികൾ. എന്നാ അതിൻ്റെ ഇടയ്ക്ക് തന്റെ അനുജനെ കാണാൻ പോകും. കണ്ണുരോഗത്തിന് വരെ കാണാൻ പോയിരുന്നു. കണ്ണുരോഗം തന്നെ വളരെ സിമ്പിൾ രോഗമാണ്. ഇപ്പൊ ഡോക്ടർമാരെ കൂടി പറഞ്ഞിട്ടുന്ന വെയിലത്ത് നോക്കാൻ പറ്റില്ല, ഐറ്റിസിനും ഉണ്ടാൻ പാടില്ല, ഇതൊക്കെ പറഞ്ഞാണ് വലുതാക്കൽ തുടങ്ങിയിരിക്കുന്നത്. അത് വേറെ കഥയാണ്. സാധാരണ കണ്ണുരോഗം എന്ന് പറഞ്ഞാൽ ചെങ്കണ്ണ് പറഞ്ഞാൽ അതൊരു എന്തില്ല ചൂടോവറോളം ഉണ്ടാകണം. അത് അതേപോലെയാണ് പോവുകയും ചെയ്യും. ഇനി പഴയ കാലത്ത് മല്ലിക്കിച്ചൊക്കെ വെക്കില്ലേ? മല്ലി കൊത്തമ്പാലി കിച്ചി വേസന്മാർക്ക് മനസ്സിലായി. കൊത്തമ്പാലി കിച്ചൊക്കെ കുത്താടുപ്പിനെ അതാണ് മാറും ചെയ്യും. കുത്താടുപ്പില്ലായിട്ടാണ് പ്രശ്നം. ഇന്നിപ്പോ അത് വലിയ വിഷയമാക്കിയിട്ടുണ്ടാവും. ഓരോന്നിനും ഓരോ പ്രൊസീജിയറുണ്ട്. നമ്മളിപ്പോ ഇടപെടില്ല. അപ്പോ എന്നെ സന്ദർശിക്കാൻ വന്നു. ഹജ്ജത്തുൽ വിദാഇന്റെ വർഷത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോയ വർഷത്തിൽ കേട്ടോ. എനിക്ക് ഉണ്ടായ ശക്തമായ വേദന കൊണ്ട് ഒടുക്കും പോവയ്യ. ഞാൻ പരിയിലിരിക്കുന്ന സമയത്ത് എന്നെ സന്ദർശിക്കാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നി ഖദ് ബലഗ ബി, തീർച്ചയായും എനിക്ക് എത്തിയിരിക്കുന്നു മിനൽ വജഇ മാതറ, വേദനയിൽ നിന്ന് നിങ്ങളിപ്പോ ഈ കാണുന്ന അവസ്ഥ എനിക്ക് നീറ്റ് പുറത്തും പള്ളിയിലൊന്നും പോകാൻ എങ്ങനെ അസ്തമിക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട്
ഞാൻ ഒരുപാട് മുതലുള്ള ആളാകുന്നു. ധർമ്മം ചെയ്യട്ടെ എന്നാണ് ഇപ്പൊ ചോദിക്കണത്. ശ്രദ്ധിച്ചോളി, നല്ല ശ്രദ്ധിച്ചോളി കേട്ടോ. എന്റെ ഒരു പെൺകുട്ടിയല്ലാതെ എനിക്ക് അനന്തരാവകാശിയില്ല. അപ്പൊ പെൺകുട്ടിയുള്ളൂ, പെൺകുട്ടിക്ക് അതിനനുസരിച്ച് മതിയല്ലോ. നിരാളത് കൂടി ഒരു പെൺകുട്ടിക്ക് പോ. അപ്പൊ ഞാൻ ധർമ്മം ചെയ്താലോ? എന്റെ മുതലിന്റെ 2/3 ഭാഗം രണ്ടും പറയും. സുൽത്താനി എന്ന് പറയുന്ന റബ്ബിന്റെ അവസരമാണ്, സുൽത്താനി ഹസ്ബിന്റെ അവസരമാണ്. വേറെ കാര്യം. അപ്പോ 1/3 ഭാഗം, 2/3 ഭാഗം, 2/3 ഭാഗം കൊടുക്കട്ടെ, ധർമ്മം ചെയ്യട്ടെ. ഒരു ഭാഗം എന്റെ മോൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുകയും ചെയ്യട്ടെ. അതെന്നെ ഓൾക്ക് ധാരാളം ഉണ്ടാവുമല്ലോ, അത് പോരേ. കാല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണ്ട, 2/3 ഭാഗം കൊടുക്കണ്ട. ഞാൻ ചോദിച്ചു, 3ന്റെ നേരെ പകുതിയാക്കിയിട്ട് 2 ഒരിച്ചിട്ട് ഒരു കൊടുക്കട്ടെ. അപ്പൊ 3 അത്ര ഉണ്ടാവൂലേ? അല്ല മാഷേ, ആ 3 കണക്കന്മാര് കുറെ മുണ്ടാതിരിക്കേണ്ടിയില്ലേ? കണ്ട എല്ലാം കണക്കൂട്ട. ഷാനവാസം ഒന്ന് കണക്കൂട്ടിക്കാണ് നിങ്ങള്. 3/2 അതോ പൗതിയ തോനെ? 3/2 തോനെ. അങ്ങനെയാണ്. 9 ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? 6 ഉണ്ടാവേ. 3/2 പറഞ്ഞാല് 9 ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാവുള്ളൂ? 4.5 ഉണ്ടാവുള്ളൂ പൗതി പറഞ്ഞു. എന്നാ പൗതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? യാ റസൂലല്ലാഹ്, ഞാൻ പകുതി കൊടുത്തോട്ടെ? ഫഖാലല, പകുതിയും കൊടുക്കണ്ട. ഖുൽതു, ഞാൻ യാ റസൂലല്ലാഹ്, 1/3 ഭാഗം കൊടുക്കട്ടെ. എന്റെ മുതലിന് 3 ഓഹരി വെച്ചിട്ട് 1 ഭാഗം കൊടുത്ത് 2 ഭാഗം എന്റെ പെൺകുട്ടിക്ക് കൊടുക്കട്ടെ. ഖാല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുലുസു, 3/1 വസ്സുലുസു കസീർ, 3/1 തന്നെ കൂടുതലാണ്, അത്രയും കൊടുക്കണ്ടില്ലേനു. എന്നാണ് അത് പ്രയോഗം. റാവിയെ സംബന്ധിച്ചാണ്. എന്താ 2/1 പറഞ്ഞത്? ഒന്നുകിൽ അതെന്നെ തോനെയാണ്, അല്ലെങ്കിൽ അതെന്നെ വലുതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തേ കാരണം പറഞ്ഞെടുത്ത് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ വലിയ മാതൃക ഉണ്ട്. നമുക്ക് അത്യാവശ്യമുള്ളത് ധർമ്മം കൊടുക്കേണ്ടതില്ല എന്നാണ് ശരിക്കും മസല. നമുക്ക് അത്യാവശ്യമുള്ളത് ധർമ്മം കൊടുക്കേണ്ടതില്ല എന്നാണ്. പിന്നെ ഞാൻ കുറെ വഴികൾ പറയുന്നുണ്ട്. പോട്ടെ. ഇന്നക്ക എന്നിട്ട് പറഞ്ഞത്, ഇന്നക്ക സാദ്, നിങ്ങള് ഇന്നക്ക അന്തദർ, കാലയുടെ വാക്കിലായതുകൊണ്ട് ഇന്തദർ വായിച്ചാണ് കേട്ടോ. ഇന്നാള് കാല പറഞ്ഞല്ലോ, കബീർ ഇന്നക്ക ഇന്തദർ കേട്ടോ. അതതിന്റെ അടി പറഞ്ഞ 3/1 അതന്നെ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ അതന്നെ വലിയതാണ് എന്ന് പറഞ്ഞിട്ട് പറയാം. ഇന്നക്ക ഇന്തദറ വറസതക, നിന്റെ അനന്തരാവകാശികളെ നീ ഉപേക്ഷിക്കുക. മുതലാളിമാരായിട്ട് ഉപേക്ഷിക്കൽ ഖൈറുൻ, അതാണ് നല്ലത്. മിൻ അന്തദറഹും ആലതൻ, അവരെ സാധുക്കളായിട്ട് നീ ഒഴിവാക്കുന്നതിനേക്കാൾ. ചില ആൾക്കാരൊക്കെ പറയുന്നത് ഓനെന്താ കാട്ടിക്കോട്ടെ ചെറുക്കന്മാര്, ഞാൻ ഇന്നതാണ് ചെലവഴിക്കും. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ മക്കളിങ്ങനെ കയ്യാട്ടെടുക്കാൻ മൂല്യര ഓനാണല്ലോ, ഓനൊന്നും ജീവിക്കാൻ മാറില്ല, തെണ്ടിയെടുക്കണ അതൊരു അപമാനല്ലേ, അഭിമാനം തകർക്കലല്ലേ. വാപ്പാക്ക് അന്തണ്ടായിട്ടില്ല എന്ന് പറയില്ലേ? അത് പാടില്ല, അത് ചെയ്യാൻ പാടില്ല. നമ്മളെ ഇമേജ് പോലെ തന്നെ നമ്മളെ മക്കൾക്കും ഇമേജ് വേണം, അത് നിലനിർത്താൻ ശ്രമിക്കണം എന്നാ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം, കൊടുക്കുമ്പോ വർദ്ധിക്കും. അതൊക്കെ അതിൻ്റെതായ മറ്റൊരു വകുപ്പാണ്. ഇവിടെ അത് പറയാൻ മറ്റൊരു കാരണമാണ് കേട്ടോ. എന്നിട്ട് ആരത്തന്നെ സ്വാദു, പാപമായിട്ട് ഉപേക്ഷിക്കുക. എത്തക്കപ്പൂനാസ, ജനങ്ങളിലേക്ക് ഇങ്ങനെ കയ്യാട്ടി നടക്കുക. ജീവിക്കൊരു മാർഗമില്ല, അപ്പൊ കയ്യാട്ടി നടക്കന്നെ. അങ്ങനെ നിന്റെ കുടുംബത്തെ നീ ഉപേക്ഷിക്കലിനേക്കാൾ നല്ലത് പിന്നെ മുതലാളിയായിട്ട് ഉപേക്ഷിക്കലാണ്, സാധുവായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ എനിക്ക് ധർമ്മം കൊടുത്ത കൂലിട്ടണ്ടേ എന്ന് അടുത്ത ചോദ്യം. അതിന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി കൊടുക്കാണ്. അപ്പൊ ധർമ്മം കൊടുക്കണ്ട, ഇക്കുമാണ്ട് ധർമ്മം കൊടുക്കണല്ലോ, കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോന്നുണ്ട്.
തൻ്റെ കുടുംബത്തിലൊക്കെ എല്ലാത്തിനും അത്യാവശ്യത്തിനും എല്ലാ സംഭവത്തിനും കഴിച്ചിട്ടും ബാക്കിയുണ്ട് വെക്കാം. അദ്ദേഹം ആർക്കെങ്കിലും കൊടുത്തോളണം. അതില്ലാത്തവർ കൊടുക്കണേ, വാപ്പാ കൊടുക്കുക, ഉമ്മ കൊടുക്കുക, അതൊക്കെ കൊടുക്കന്നെ. നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും, വാപ്പാക്കും ഉമ്മ കൊടുക്കും. അല്ലെങ്കിൽ അഞ്ചുണ്ടാവും, അല്ലെങ്കിൽ പെങ്ങളുണ്ടാവും, ഇവർക്കൊന്നും ഒന്നിട്ട് കൊടുക്കൂല. അങ്ങനെയല്ല വേണ്ടത് എന്നാണ്. നമ്മൾ കൊടുക്കുക തന്നെ വേണം, നാട്ടുകാർക്ക് തന്നെ കൊടുക്കണ്ടില്ല. നീ ഒരു ചിലവഴിക്കലും ചിലവഴിക്കൂല, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ചിലവഴിക്കൂല. ഇല്ല ഉജിർത അലൈഹാ, അതിന്റെ മേൽ നിങ്ങൾക്ക് കൂലി നൽകപ്പെട്ടിട്ടല്ലാതെ. എന്ത് കൊടുത്താലും ആർക്ക് കൊടുത്താലും കൂലി ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരികയാണ്. അങ്ങനെയാണ് പഴയതിലൊക്കെ ഉള്ളത് അല്ലേ? ഇവിടെ അർക്കത്തില്ല. നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്നതിന് വരെ നിനക്ക് കൂലി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് ഉരുട്ടിയിട്ട് കൊടുക്കണം എന്നല്ല ഈ പറഞ്ഞത്. കൊടുത്താൽ അതൊരു സ്നേഹം, സന്തോഷമാണ്. അതല്ല, ഭാര്യക്ക് ഭക്ഷണം കൊടുത്തു, അപ്പൊ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമല്ലേ? നിർബന്ധമായിക്കോട്ടെ, അതിന് അളവും പോലുണ്ട്. ഭർത്താവ് ഭാര്യക്ക് ചെലവ് കൊടുക്കുന്നതിന് കൃത്യമായ അളവുണ്ട്.